നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു പുതിയ വർഷം പിറക്കുകയാണ്. അപ്പോൾ ഈ പുതിയ വർഷത്തിലെ ആദ്യ മാസത്തെ അനിഴ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം എന്താണ് എന്ന് പരിശോധിച്ച് നോക്കാം. അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ടാണ് യോഗമുള്ളത്. വരുമാനം വർദ്ധിക്കാനും ചെലവ് കുറയാനുമുള്ള യോഗമുള്ള ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പരിപൂർണമായിട്ടും അനുകൂലമായിട്ട് വരാനുള്ളൊരു യോഗമുണ്ട്. ലഗ്നത്തിൽ നിവർത്തി സ്ഥാനാധിപതിയായിരിക്കുന്ന ശുക്രൻ 17-ാം തീയതി വരെ സഞ്ചരിക്കുന്ന സമയമായത് കാരണം കൊണ്ട് എല്ലാ രീതിയിലുള്ള ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനും മറ്റുള്ളവരുടെ പ്രീതി നേടാനും യോഗമുള്ള ഒരു മാസമാണ്. 4-ാം ഭാവാധിപതി പഞ്ചമഹാപുരുഷത്തിലെ ശശമഹായോഗം ചെയ്തു നിൽക്കുന്നു എന്ന് പറയുന്നൊരു ഗുണമുണ്ട്. അതിനോടൊപ്പം തന്നെ കണ്ടകശനിയുടേതായിരിക്കുന്ന ദോഷമുണ്ട്. അപ്പോൾ കണ്ടകശനിയുടെ ദോഷത്തിന് പരിഹാരമായിക്കൊണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക, അതേപോലെ തന്നെ എള്ളുതിരി കത്തിക്കുകയും എള്ള് പായസം കഴിപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മേൽപ്പറയപ്പെട്ട ദോഷത്തിന് പരിഹാരം വന്ന് ശശമഹായോഗത്തിൻ്റേതായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ശശമഹായോഗത്തിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ രാജപ്രിയോ ദേശപുരാതിനാഥോ ഭക്തോ ജനന്യാൻ കൃഷിദാനയുക്തമാണ്. അതായത് ചെയ്യുന്ന തൊഴിലിൽ മേലുദ്യോഗസ്ഥന്മാരെ പ്രീതി നേടാനായിട്ട്, അതേപോലെ തന്നെ വീടിന് ചുറ്റുവട്ടത്തുള്ള ആൾക്കാരുടെ നല്ല അഭിപ്രായത്തിനും മറ്റുള്ളവരുടെ ബഹുമാനം ആർജിക്കാനും കാർഷികമായിരിക്കുന്ന മേഖലയിൽ നിന്നും വരുമാനം ഉണ്ടാകാനും ദൈവികമായിരിക്കുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൂടാനും ഒക്കെ യോഗമുള്ള ഒരു സമയമാണ്. ഭവന സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. തറവാട് സ്വത്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കിട്ടാനുള്ളവരെ സംബന്ധിച്ചിടത്തോളം തറവാട് സ്വത്ത് കൈവശം വന്ന് ചേരാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ്. അപ്പോൾ എല്ലാ രീതിയിലും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. കർമാധിപതി നിൽക്കുന്ന സഹായസ്ഥാനത്ത് ഇഷ്ടസ്ഥാനത്തായതുകൊണ്ട് 15-ാം തീയതി വരെ ചെയ്യുന്ന പ്രവൃത്തിയേക്കാൾ കൂടുതൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഈ മാസത്തിൽ വരുമാനം എത്ര കൂടിയാലും ചെലവ് കുറയ്ക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും സാധിക്കുന്ന ഒരു മാസമാണ്. മാനസികമായിട്ട് സന്തോഷം ഉണ്ടാകുന്ന ഒരു മാസമാണ്. എന്നാൽ നേതൃത്വപരമായിരിക്കുന്ന സംസാരം മറ്റുള്ളവർക്ക് അപ്രീതി ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് സംസാരിക്കുമ്പോൾ മറ്റുള്ളവരോട് നേതൃത്വപരമായ രീതിയിലുള്ള സംസാരം വരാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എടുത്തിയാടി സംസാരിക്കാതെ ഇരിക്കുക. അതേപോലെ തന്നെ നല്ല നയപരമായിട്ടുള്ള സംസാരമാണെങ്കിൽ പോലും അത് മറ്റുള്ളവർക്കും ഒരു വഞ്ചനാത്മകമായ സംസാരം പോലെ തോന്നാൻ സാധ്യതയുള്ളത് കൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ച് സംസാരത്തിൽ മിതത്വം വരുത്താനായിട്ട് ശ്രദ്ധിക്കുക. ലാഭസ്ഥാനത്ത് ഘണ്ണകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത്. അപ്പോൾ ലാഭത്തിന് ചില സമയത്ത് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ പോലും 12-ാം ഭാവശുദ്ധിയുണ്ട് എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. നിവർത്തി സ്ഥാനാധിപത്യം വഹിച്ച് 12-ാം ഭാവാധിപതി ലഗ്നത്തിൽ തന്നെ സാന്നിധ്യം ചെയ്താണ് നിൽക്കുന്നത്. അത് കാരണം കൊണ്ട് ശാരീരികമായിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വർദ്ധിക്കും. സൗന്ദര്യം വർദ്ധിപ്പിക്കുക, അതുപോലെയുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധ വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, ഇങ്ങനെയുള്ള വസ്തുക്കൾ സ്വന്തമാകാനായിട്ട് യോഗമുള്ള സമയമാണ്. വാഹനലാഭം, വസ്ത്രലാഭം മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. ഇഷ്ടഭക്ഷണ യോഗം ഉണ്ടെങ്കിൽ പോലും 2-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് കൊണ്ട് ധനകേ കഥനോ എന്ന് പറയുന്നൊരു യോഗമുണ്ട്. അഭക്ഷ്യമായിരിക്കുന്ന വസ്തുക്കൾ ഉള്ളിൽ ചെല്ലാനുള്ള യോഗം, അതായത് കൈവശദോഷം പോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അശുദ്ധിയുള്ള ഭക്ഷണം ഉള്ളിൽ ചെല്ലാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പഴകിയ വസ്തുക്കൾ കഴിക്കാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലൊക്കെ പ്രത്യേകം ശ്രദ്ധ വേണ്ടതാണ്. 15-ാം തീയതിക്ക് ശേഷം 4-ാം ഭാവത്തിൽ ശനിയോട് യോഗം ചെയ്തിട്ട് സൂര്യൻ നിൽക്കുന്നത് കാരണമുണ്ട്. അതിനുശേഷം വീട് വിട്ടു നിൽക്കാൻ ഇടവരാനുള്ള യോഗമാണ്. വീട്ടിൽ നിൽക്കുന്ന സമയത്ത് കുറച്ച് ദേഷ്യം, എടുത്തിയാട്ടം, കലഹ സ്വഭാവം മുതലായിട്ടുള്ള രീതിയും ഉള്ളത് കാരണം കൊണ്ട് 15-ാം തീയതിക്ക് ശേഷം പ്രത്യേകമായിട്ട് വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കണം. ഇതൊക്കെയാണെങ്കിലും 5-ാം ഭാവത്തിൽ അമൃതവശകണ്ഠകാരകനായിരിക്കുന്ന രാഹു ആയത് കാരണം കൊണ്ട് മാനസികമായിട്ടുള്ള സന്തോഷം, അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം കൊണ്ടുള്ള നേട്ടങ്ങൾ, അതുപോലെ തന്നെ സുഹൃത്ത് ബന്ധം, സ്വന്തക്കാരുമായിട്ടുള്ള സംഗമം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കാനുള്ളൊരു യോഗം കൂടിയുണ്ട്. കാരണം 5-ാം ഭാവാധിപതി 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ചാരവശാൽ 6-ൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമായത് കാരണം കൊണ്ട് ദൈവാധീനക്കുറവും കുറച്ചുണ്ട്. അതുകൊണ്ട് തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള കാര്യങ്ങൾ, നാഗപൂജയൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.